അല്ലേ ഇത് ആരൊക്കെയാ? ഇന്നെന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ, ചേട്ടനെ പൊക്കി. വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അതെ, ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏത് ആഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയിലെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറ. തങ്കി, അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ. ആട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ, രൂപയുടെ മൂല്യം കുറഞ്ഞേ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ പൂട്ടുകളല്ലയോ പിടിപ്പിക്കുന്നേ. അത് ഭയങ്കര പാടാ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പൊ അനുഭവിക്കേ. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിയിട്ടേക്കണേ? കഴുത്തി കെട്ടി തൂക്കിയില്ലെങ്കിലേ അത് താഴെ വീണ് പോത്തില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കൂന്റെ മോൻ തന്നെ. മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടൂ. തന്നെയുമല്ല, ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിലേക്ക് വലിയ പിടിച്ചു പറയാ. അതെ, വക്കീലിന് ബോധം കിടത്തില്ല മോനെ. ബോധം ഉണ്ടെങ്കിലല്ലേ കേട്ടു. എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ. വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ടോണ്ടിയാ. അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച. എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന്. എന്റെ ചേട്ടനെ അവർ അണ്ടർവേറിന്റെ വള്ളിയെ കെട്ടി തൂക്കും. തങ്കി വിഷമിക്കണ്ട. SI ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കൂനെതിരെയുള്ള ചാർജ് എന്ന്. എന്താണ് ചാർജ് എന്ന് നിനക്ക് അറിയണോടാ? കുറ്ററിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം. അല്ലാതെ LP സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. വിനോമതേ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരെ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ. അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്കുക. അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയറ്റിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റം നീയല്ലടാ. 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈ കൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. സത്യം പറയണം. സത്യം പറഞ്ഞ നിന്റെ അടിപാറ ഞാൻ കൂട്ടും. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം. ചണ്ടിയല്ല സാർ, ചാണ്ടി. ഇനീഷ്യലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷിച്ചു വിറ്റോ? ദൈവാനുഗ്രഹോട് അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. അതെന്താ? അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലും ഒരു നിശ്ചയില്ല. ചോദിച്ചാ പറയും കർത്താവാണെന്ന്. ആര് വിശ്വാസത്തില്ല ഞാനും. മോനെ സത്യം വേണം. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അട്ടപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ കോച്ചിങ് ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. ഇവന്മാരെല്ലാം ലോക്കപ്പ് ചെയ്യാം. സത്യം തെളിയിക്കാമോ ഞാൻ നോക്കട്ടെ. वैष्णवजन तो तेरे सखिए, वैष्णवजन तो तेरे सखिए। प्रणाम। എന്താ? വേണ്ട വേണ്ട, മേടിതാ അപ്പാരി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക്, അപ്പ അറിയാം ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതി സഹോദരക്ക് സംസ്കൃതം അറിയുമോ? ഭഗവാൻ വാങ്ങ് വായേ. വാങ്ങ് വായിക്കൂ.
ഞങ്ങൾക്കൊടെ സാധാ കൃഷി കുടുംബ ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവെള്ള ഞങ്ങൾ കൃഷി വീട് കാലി ഒലിവായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്ത. ഞങ്ങൾ ജീവി മാർഗല്ലേ മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. മോനെ പരിസരമൊക്കെ നോക്കിക്കോളേടാ. എവിടെയൊക്കെ വാതിലും ജെല്ലുണ്ടോ നോക്കിയോ. ചെല്ലി ചെല്ലി ചെല്ലി. വരുന്നു. നൽകാൽ ഗുണം വരും. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അയ്യോ, അമ്മച്ചിയുടെ പുതിയ എരിപ്പ്. നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതനമായ എന്തോ വാതിൽ 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 വാതിൽ. എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ. എങ്ങനെ ഇതിനകത്തൊന്ന് കേറി പറ്റും? ഇതാ ഞാൻ പറയുന്നത്, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. ഈ മാപ്പ് അതിനകത്തോടൊന്ന് കേട്ടിക്കൊടുത്താ മതി. എത്ര മുറിയുണ്ട്, അതിൽ എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിടത്തില്ലേ. അയ്യോ, മോനിതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനലിൽ ഞാൻ പഠിച്ചു. എന്റെ മനുഷ്യ, അതുപോലൊരു സാധനം എന്റെ കൊച്ചിനെ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടെ. ഡിസ്കവറി ചാനൽ അതല്ല, കമ്പ്യൂട്ടർ. കമ്പൗണ്ടർ അവിടെ നിക്കട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള വഴി പറഞ്ഞാ മോനെ. അതെന്ത് പറയാണ്ടിരിക്കുന്നു? ഞാൻ പറിച്ച കൊളുത്തില്ല. അതേതായാലും പിടിപ്പിക്കാനുള്ള നേരമായിട്ടില്ല. ഈ കട്ടുകൊണ്ട് ഞാൻ ജനലിന്റെ കമ്പി അറുക്കുന്നു. അച്ഛൻ എന്നെ അകത്ത് കയറ്റുന്നു. ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു. അച്ഛനെ അകത്താക്കുന്നു. അയ്യോ, എന്റെ മോനെ, നീയാടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി, ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് ജീൻസ് അല്ലച്ചാ ജീനിയസ്. അതെങ്കി അത്. അയ്യോ, എന്തൊരു അറിവാ. അയ്യോ, അറിവി കടഞ്ഞെടുത്തവൻ. ഹലോ, എവിടെയാ ലൊക്കേഷൻ? എന്തൊക്കെ പോയി? എന്താടോ കുരുവിളേത്? കള്ളന്മാരൊക്കെ നമ്മുടെ അതിർത്തി തന്നെ അടിഞ്ഞുകൂടിയിരിക്കണോ? ഞാനിതാ വരുന്നു. തൊണ്ടി ഉൾപ്പെടെ എല്ലാ അവന്മാരെ ഇന്ന് തന്നെ പൊക്കണം. ആകെ മൊത്തം നിങ്ങൾ എന്ത് വിലയാ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ തമ്മിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇപ്പൊ ഇങ്ങനൊരു വില പേശലിന്റെ ആവശ്യമുണ്ടോ? ആ, പുതിയ മിനിസ് വന്നേ പിന്നെ മോഷണ വസ്തുക്കൾക്ക് വലിയ വില ഇടിവാ. തന്നെയല്ല, ഞാൻ അല്പം ഞെരുക്കത്തില്ല. അതെന്ത് പറ്റി വയ്ക്കില്ല ഞെരുങ്ങാൻ? ഞാനൊരു കാർ എടുത്തു. കാർ ഇടിച്ചോ ഞെരുങ്ങാൻ? ഏത് കാറാ? എസ്റ്റേറ്റ് ആണോ? അല്ല മോനെ, ഇസഡിയൻ. ഇസഡിയനോ? ആ, മിസ്റ്റർ തങ്കു, നിങ്ങൾ ഈയിടെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ചാപ്പാട് മുഴുവൻ ഇവനായിരിക്കും കേട്ടുന്നത്. അതല്ല, മനപ്രയാസം കൊണ്ടാ. ഓ, ഒരു ഡോക്ടർ മകനെ ഡോക്ടറാക്കുന്നു, വക്കീൽ അവന്റെ മകനെ വക്കീലാക്കുന്നു. എനിക്ക് എന്റെ മകനെ ഒരു ടോപ്പ് കള്ളനാക്കണം. അത് നടക്കുവോ നടക്കില്ലേ എന്നുള്ള അങ്കലാപ്പിൽ വന്നതാ ഈ ക്ഷീണം. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മിസ്റ്റർ തങ്കു, ആരോഗ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സാധനങ്ങൾ മുഴുവൻ ഫോറിന് ന്യായമായ വില കിട്ടണം. ബർമ ബസാറിലും ഫോറിൻ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയല്ലേ. ഏതായാലും അടുത്ത ആഴ്ച ഡേറ്റ് ഇട്ട് ഞാനൊരു ചെക്ക്. പാസ്സാവും നോക്കിയില്ലേ? പാസ്സായില്ലെങ്കിൽ റീപ്രസെന്റ് ചെയ്യണം. എന്നിട്ടും പാസ്സായില്ലെങ്കിലോ? ഒരു വക്കാലത്ത് എഴുതി തന്നേര്, ഞാൻ തന്നെ വാദിച്ചോളാം. ഐഡിയ കൊള്ളാം. വേല മനസ്സിലിരിക്കട്ടെ. ആള് കൊള്ളാവല്ലോ, കടുവ ഫാമിലിയെ പിടിച്ച കിടുവ. വേണ്ട, ചെക്ക് മേടിക്കണ്ട. ഈ സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടത് ഞാൻ എത്തിച്ചോളാം. IPC വേണ്ട. ചെക്ക് മതി. പഴയ പാത്രങ്ങൾ പേപ്പാർ കുപ്പി തകരെ. പഴയ പാത്രങ്ങൾ പേപ്പാർ കുപ്പി തകരെ. പഴയ പാത്രങ്ങൾ ഇവിടെ കൊടുക്കാണ്ട് അവിടെ വെച്ചാൽ സൗകര്യം പോലെ വന്ന് എടുത്തോളാം. ഇത് അവരല്ലേ? രാവിലെ തന്നെ തുടങ്ങിയോ നിരീക്ഷണം? പഴയ പാത്രങ്ങൾ കുപ്പി തകരെ. തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ വ്യാപകലില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഭയങ്കര ആത്മാർത്ഥ. പഴയ പേപ്പാർ കുപ്പി തകരെ. പഴയതാക്കണേ, പുതിയ തന്നെ ആക്കാലോ. പുല്ലന്റെ ആലെ തന്നെ വേണോ തങ്കിയ പുല്ല് കച്ചവടം? അയ്യോ, ഇത് ആരൊക്കെയാ? ചാണ്ടിക്കുഞ്ഞോ?
ചാണ്ടിക്കുഞ്ഞിന്റെ വീട് ഇവിടെ ആയിരുന്നോ? അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അവന്റെ ഒരു നോട്ടം കണ്ടോ? ആ നോട്ടം സൂക്ഷിക്കണം. അവൻ ഫെവിക്കോളിനും പശ അടിക്കുന്നവനാ. പേടിക്കണ്ട ചാണ്ടിക്കുഞ്ഞെ, കൂടെ നിന്ന് കാരി വരുന്ന രാഷ്ട്രീയക്കാരെ പോലല്ല ഞങ്ങളെ. ചാണ്ടിക്കുഞ്ഞിന്റെ വീട്ടിൽ കിടന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ എന്തോ ഇരിക്കുന്നെടുക്കാൻ എനിക്കൊരു കൂലി പോലും കിട്ടത്തില്ല. തൊട്ട് ഇടുവെച്ചെന്നേ. അവന്റെ ഒരു തമാശ പറഞ്ഞതല്ലേ ചാണ്ടി. ഓ, എന്റെ കുഞ്ഞ് വെയിലത്ത് നടന്നു കിടന്നങ്ങ് ക്ഷീണിച്ചു പോയി. അതെന്നെ ക്ഷീണിച്ച് കൊച്ചു ചക്കക്കുരു പോലെ അല്പം ഡീഡിച്ച് കലക്കി 3 നേരം കൊടുത്താൽ മതി. പിന്നെ ഈ സാധനത്തിന്റെ ശല്യം ഉണ്ടാവില്ല. ഏതായാലും ഇന്ന് റൂട്ട് ഇത് വഴിക്കാക്കിയത് നന്നായി. ഒരു വഴിക്ക് 1.5 ഓഹരി. വിശദമായിട്ട് പറയാം. തങ്കി ആദ്യമായിട്ട് വീട്ടിൽ വന്നല്ലേ. അമ്മച്ചേ 2 പാൽ ചായ ഇട് എന്ന് പറയുന്നു വിചാരിച്ചു കഴിഞ്ഞാ ഇവിടെ പാല് വാങ്ങിക്കുന്ന കീഴ്വഴക്കില്ല. അതുകൊണ്ട് അമ്മച്ചേ 2 കട്ട കാപ്പി ഇട് എന്ന് പറയാന്ന് വെച്ചാ അമ്മച്ചി ഇവിടെ ഇല്ല, മണ്ണി നോക്കാൻ പോയിക്കാ. എടി ലിസിയെ നിനക്ക് ഇത്തിരി കട്ടൻ കാപ്പി ഇട്ടൂടി എന്ന് പറയാന്ന് വിചാരിച്ചാൽ ലിസി ഇവിടെ ഇല്ല, ലിസി ടൈപ്പ് റൈറ്റിന് പോയേക്കാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി 2 ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല. മോൻ കട്ടൻ കാപ്പി പിടിക്കോ? സാറോ? അതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തെ കടയിൽ പോയി 2 ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാം. ദരിദ്രവാസി. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന വിവരം അറിയാൻ. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ടുള്ള മോഷണത്തിന് ഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവനെ ആ വഴിക്ക് തിരിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കുക. താൻ ഞങ്ങളുടെ കുടുംബ വക്കീലാണല്ലോ, എന്താണ് തന്റെ അഭിപ്രായം? ഇന്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്. പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ട് ബുദ്ധി. വീട്ടിൽ കയറുന്ന അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അടങ്ങ് മോനെ അടങ്ങ്, പാവം അങ്ങനെ ജീവിച്ചു പോക്കോട്ടെ. വക്കീലെ ലുട്ടൂനെ അതൊക്കെ പഠിപ്പിച്ചെടുത്താലോ? മിസ്സിസ് തങ്കു, അതിനൊക്കെ നല്ല ബുദ്ധി വേണം, കുരുട്ട് ബുദ്ധി അല്ല. അക്കാര്യത്തിൽ വക്കീല് സംശയിക്കണ്ട. ഇത്തിക്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ആ ബുദ്ധിയല്ല, ജനറൽ നോളജാണ് ഞാൻ അയ്യോ, ഉദ്ദേശിച്ചത്. മോന് ഭയങ്കര ജനറൽ കോളേജാ. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷ നോക്കും വക്കീലെ. എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മറുപടി പറയാമെങ്കിൽ ഇന്റർനെറ്റിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. ധൈര്യമായി ചോദിച്ചോ. വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്ന് കാലുകുത്താൻ കാരണമെന്ത്? അത് എന്ത് ചോദ്യമാ വക്കീലേത്? ഒരാൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോ കൈകുത്തി ഇറങ്ങ, അത് മോശമല്ലേ? അതുകൊണ്ടല്ലേ കാല് കുത്തിയത്. താൻ വേറെ വല്ല ചോദ്യം ചോദിച്ചു. ആ ശരി, എന്നാ പിടിച്ചോ. കാട്ടിലെ 10 മൃഗങ്ങളുടെ പേര് പറ. 5 ആന 5 സിംഹം. ഒറ്റപ്പരിപ്പുള്ള ഫലം തേങ്ങ. ഓ, ആശ്വാസമായി. ഒന്നിൽ കൂടുതൽ പരിപ്പുള്ള ഫലം പരിപ്പോട. മരിച്ചു കിടക്കുന്ന ആളിന്റെ മൂക്കിൽ പഞ്ഞു വെക്കുന്നതിന് വീണ്ടും ശ്വാസം വലിച്ചു കയറ്റാതിരിക്കാൻ. വാസോ, പിന്നെയും ജീവിച്ചു വന്നാൽ എന്താ ഒരു ചിലവ്? ഓർഡർ. ചോദ്യം നിങ്ങളോടല്ല, യുട്ടാപ്പിയോടാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് കുപ്പിപ്പാലാണോ മുലപ്പാലാണോ നല്ലത്? അതിലെന്താ എത്ര സംശയം? മുലപ്പാല്. ഉത്തരം ശരിയാ, പക്ഷേ കാരണം എന്താ? മുലപ്പാലാകുമ്പോ പൂച്ചകെട്ട് കുടിക്കത്തുമില്ല, താഴെ വീണ് പൊട്ടത്തുമില്ല. കലക്കി മോനെ, കലക്കിയതാ.